അതായത് അഞ്ചാമത്തെ ട്യൂട്ടോറിയലിന് രസകരമായ ഒരു പ്രോബ്ലം ഉണ്ട്. അത് പ്രോബ്ലം 3 ആണ്. അഞ്ചാമത്തെ ട്യൂട്ടോറിയലിന്റെ ആദ്യ ഭാഗത്തിൽ നമ്മൾ ചർച്ച ചെയ്ത രീതിയിൽ ഈജൻവാല്യൂസും ഈജൻവെക്ടറുകളും എങ്ങനെ കണ്ടെത്താമെന്ന് നമ്മൾ കണ്ടു. നിങ്ങൾ ഈജൻവാല്യൂ ഇക്വേഷൻ എഴുതുക, ഈജൻവാല്യൂസ് കണ്ടെത്തുക. തുടർന്ന് നിങ്ങൾ ഈജൻവെക്ടറുകൾ കണ്ടെത്തുക. തുടർന്ന് ഇപ്പോൾ നമുക്ക് കുറച്ച് സ്മാർട്ട് വർക്കുകൾ ചെയ്യാൻ ശ്രമിക്കാം. ചോദ്യത്തിൽ ഒരേ സമയം ഒരു 3 ഡൈമെൻഷണൽ കെറ്റ് സ്പേസ് പരിഗണിക്കുക. നമുക്ക് വെക്ടറുകളുള്ള 3 ഡൈമെൻഷണൽ കെറ്റ് സ്പേസ് അല്ലെങ്കിൽ ഓർത്തോനോർമൽ ആയ കെറ്റുകൾ ഉണ്ട്. കെറ്റ് 1, 2, 3 എന്നിവ ഓർത്തോനോർമൽ ആണ്. അവ എ, ബി എന്നിവയുടെ ബേസ് കെറ്റ് ഓപ്പറേറ്ററായി രൂപം കൊള്ളുന്നു. കൂടാതെ ഓപ്പറേറ്റർ എ 0, 0, 0, -a 0, 0, -a ആയി പ്രതിനിധീകരിക്കുന്നു. ഇത് ഓപ്പറേറ്റർ എ ആണ്. ഓപ്പറേറ്റർ ബിയിൽ നമുക്കുള്ളത് ബി 0, 0, 0, 0, 0 ഐ ബി 0 ഐ ബി 0 എ ബി എന്നിവ റിയൽ ആണ്. ആദ്യത്തെ ഓപ്പറേറ്റർ നിങ്ങൾക്ക് കാണാൻ കഴിയും. നിങ്ങൾക്ക് ഈജൻവാല്യൂ ഇക്വേഷൻ ഉപയോഗിക്കേണ്ടതില്ല. അതിനാൽ ഡയഗണൽ മാട്രിക്സ് ആയതിനാൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് നോക്കി ഈജൻവാല്യൂസ് എന്താണെന്ന് പറയാം. അതിനാൽ ഈജൻവാല്യൂസ് എ ആയിരിക്കും. അതിനാൽ ഓപ്പറേറ്റർ എ ഐജൻവാല്യൂസ് ഉപയോഗിച്ച് ഡീജനറേറ്റ് ചെയ്യുന്നു. -a ആയി 2 ഐജൻവാല്യൂസ്. ഓക്കെ, അതിനാൽ നമുക്ക് ഓപ്പറേറ്റർ ബി എന്ന് നോക്കാം. ഞങ്ങൾ എക്ക് ചെയ്തതുപോലെ നിങ്ങൾക്ക് ഇത് വേഗത്തിൽ ചെയ്യാൻ കഴിയില്ല. അതിനാൽ നമുക്ക് ഇത് ഏതെങ്കിലും ഫോമിൽ എഴുതാം. ശരി, അതിനാൽ മൂന്നാമത്തേത് ബിയുടെ ഐജൻവാല്യൂസും ഈജൻ വെക്ടറുകളും കണ്ടെത്തുക എന്നതാണ്. നിങ്ങൾക്ക് വെർബലി കാണാൻ കഴിയും. ഇത് വളരെ ലളിതമാണ്. അതിനാൽ ബി എനിക്ക് എഴുതാം. ഐഡന്റിറ്റി ഓപ്പറേറ്ററായി നമ്മൾ എപ്പോഴും പ്രതിനിധീകരിക്കുന്ന ഐ ഡിഫൈൻ ചെയ്യാം. ഞാൻ ഈ എക്സിനെ കുറച്ച് 0, 1, 0 എന്ന് വിളിപ്പിക്കാം. ഇതൊരു ഐഡന്റിറ്റി ഓപ്പറേറ്റർ. ഞാൻ ഈ സ്വാപ്പ് ചെയ്യാം. ഓക്കെ, ഈ ഓപ്പറേറ്റർമാരെ സ്വാപ്പ് ചെയ്യാം. എനിക്ക് ഒരു ഓപ്പറേറ്റർ എക്സ് ലഭിച്ചു. അതിനാൽ ഇത് ഓപ്പറേറ്ററാണ്. ഇത് നിങ്ങൾക്ക് പരിചിതമാണെന്ന് തോന്നുന്നു. അത്തരം ഓപ്പറേറ്ററുകൾ അതിൽ പോളിസ് മാട്രിക്സിൽ ഒന്നാണ്. ഇപ്പോൾ ഞാൻ ഐഡന്റിറ്റിയുടെയും എക്സ് ഓപ്പറേറ്ററുടെയും അടിസ്ഥാനത്തിൽ ഈ ഓപ്പറേറ്റർ ബി എന്ന് എഴുതാൻ ശ്രമിക്കും. ഐജൻവാല്യൂസും ഐജൻവെക്ടറുകളും എഴുതാനും തിരിച്ചറിയാനും എളുപ്പമാണോ എന്ന് നോക്കാം. അതിനാൽ ഓപ്പറേറ്റർ ബി എനിക്ക് ഓപ്പറേറ്റർ ബി ആയി മാറ്റി എഴുതാം. ഇത് ബി ആയി വീണ്ടും എഴുതാം. ഇത് ബി ടൈംസ് ഐ 1 പ്ലസ് ഐ ബി എക്സ് 2 എക്സ് 3 ആണ്. ഓക്കെ, അതിനാൽ ഇത് ഓപ്പറേറ്റർ എക്സ് 0, 1, 1, 0 ആയിരുന്നു. ഇതാണ് ഐഡന്റിറ്റി ഓപ്പറേറ്റർ ഐ. അത് 1, 0, 0, 1 ആണ്. ഓക്കെ, എക്സ് ഒരു ഹെർമിഷ്യൻ ഓപ്പറേറ്ററാണെന്ന് നിങ്ങൾക്ക് ഇവിടെ നിന്ന് കാണാൻ കഴിയും. നിങ്ങൾ എക്സ് ഡാഗർ എടുത്താൽ അത് എക്സിന് തുല്യമായിരിക്കും. അതിനാൽ എക്സ് ഹെർമിഷ്യൻ ആണ്. അതിനാൽ ഈ ഹെർമിഷ്യൻ ഓപ്പറേറ്ററുടെ ഐഗൻവാല്യൂസ് ഇതായിരിക്കും. പോളി മാട്രിക്സ് ഹെർമിഷ്യൻ ഓപ്പറേറ്ററുടെ ഐജൻവാല്യൂ യഥാർത്ഥമായിരിക്കും. ഈ ഓപ്പറേറ്ററെ സ്വാപ്പ് ഓപ്പറേറ്റർ എന്നും വിളിക്കുന്നു. SWAP സ്വാപ്പ് ഓപ്പറേറ്റർ. ശരി, അതിനാൽ
ഈ ഓപ്പറേറ്ററുടെ ഈ ഐജൻ വാല്യൂ കേവലം 1 -1 ആയിരിക്കും. അതിനാൽ ഞാൻ ഇതിന്റെ ഐജൻ വാല്യൂസ് എഴുതാം. അതിനാൽ ഐജൻ വാല്യൂസ് ഓപ്പറേറ്റർ x പ്ലസ് 1 -1 ആയിരിക്കും. കെറ്റ് 1 2 എന്നതിന്റെ ടേംസിൽ. റൂട്ട് കെറ്റ് ഉപയോഗിച്ച് ഈ അനുബന്ധ ഐജൻ വെക്ടറുകൾ 1 2 1 ആയി എഴുതാൻ കഴിയുന്നതിനാൽ നിങ്ങൾക്ക് അനുബന്ധ ഐജൻ വെക്ടറുകൾ എഴുതാം. ശരി. അതിനാൽ ഓപ്പറേറ്റർ എക്സിന് ഐജൻ വാല്യൂസ് പ്ലസ് 1 ആണ്. അനുബന്ധ ഐജൻ വെക്ടറുകൾ 1 കെറ്റ് 2 എന്നിങ്ങനെയാണ് നൽകിയിരിക്കുന്നത്. ഇത് വളരെ ലളിതമാണ്. ഇപ്പോൾ നമ്മൾ എക്സിന്റെ അടിസ്ഥാനത്തിൽ ബി എഴുതിയിട്ടുണ്ട്. അതിനാൽ ഞാൻ ഇത് നിങ്ങൾക്ക് വിശദീകരിക്കാം. അതിനാൽ ബി എന്നത് യഥാർത്ഥമായ കോഎഫിഷ്യന്റ് ആണ്. I1 ആദ്യത്തെ കമ്പോണന്റിനോട് യോജിക്കുന്നു. I1 ഒരു കമ്പോണന്റ്. I2 3 അതായത് രണ്ടാമത്തേത്. അതിനാൽ ഈ ഭാഗം 0 IB 0 ശരിയാണ്. ബാക്കി ടേമുകൾ 0 ആണ്. അതിനാൽ വെക്ടറിന്റെ പ്രാതിനിധ്യത്തിന്റെ ടേംസിലെ ഈ ഓപ്പറേറ്ററുടെ ടേംസിലെ ഓപ്പറേറ്റർ എന്നതിന്റെ ടേംസിൽ എനിക്ക് എഴുതാം. അതിനാൽ ഐഡന്റിറ്റി ഓപ്പറേറ്ററുടെയും പോളി ഓപ്പറേറ്ററുടെയും കാര്യത്തിൽ ഓപ്പറേറ്റർ ബി പോളി മാട്രിക്സ്. ഓക്കെ. അതിനാൽ ഈ വിവരങ്ങൾ ഉപയോഗിച്ചാണ് നമ്മൾ ഇത് ചെയ്തത്. ഇവിടെ നിന്ന് നമുക്ക് ലഭിച്ചത് ബിയുടെ ഐജൻ വാല്യൂകളും ഐജൻ വെക്ടറുകളും കണക്കാക്കാം. നമുക്ക് ഇവിടെ ഉള്ളത് ഓപ്പറേറ്റർ ബി എന്ന് എഴുതാം. ഞാൻ ഇത് മുൻപത്തെ പോലെ തന്നെ തിരുത്തി എഴുതും. ബി ഐ 1 പ്ലസ് ഐ ബി x2 3 ഇത് ഐഡന്റിറ്റിയും പുതിയ ഓപ്പറേറ്ററുമായി എഴുതാം. ഇപ്പോൾ നമുക്ക് ഫോമുകൾ ലഭിക്കുന്നു. അതായത് സബ്സ്പേസിന്റെ ആകെത്തുക ഇത് ഓർത്തോഗണൽ സബ് സ്പേസായ ഓപ്പറേറ്റർമാരുടെ ആകെത്തുകയാണ്. ഇത് എനിക്ക് ഒരു ഡൈമെൻഷണൽ സബ്സ്പേസ് നൽകും. അത് ഐജൻ കെറ്റ് 1 കൊണ്ട് സ്പാൻ ചെയ്തിരിക്കുന്നു. ഇത് 2 3 ആണ്. അതിനാൽ ഇത് 2 3 കെറ്റ് 2 3 എന്നിങ്ങനെ സ്പാൻ ചെയ്തിരിക്കുന്ന 2 ഡൈമെൻഷണൽ സബ്സ്പേസ് ആണ്. ശരി. ഐജൻ വെക്ടർ ഓപ്പറേറ്റർ ബി എന്നത് 1 റൂട്ട് 2 കെറ്റ് 2 പ്ലസ് കെറ്റ് 3 1 ബൈ റൂട്ട് 2 കെറ്റ് 2 മൈനസ് കെറ്റ് 3 എന്നിവയാണ്. ഓക്കെ. ഇതിൽ നിന്ന് നമുക്ക് ബി ഐ ബി എന്നിവയും ഊഹിക്കാം. കാരണം നിങ്ങൾ IB -IB എന്നിവ കണ്ടതിനാൽ നമ്മൾ ഇവിടെ കണ്ടതിനാൽ രണ്ടാമത്തെ പേജിൽ ഈ ഓപ്പറേറ്ററുടെ ഐജൻ വാല്യൂസ് +1 ഉം -1 ഉം ആണ്. ഇതൊരു ഐഡന്റിറ്റി ഓപ്പറേറ്റർ ആണ്. അതിനാൽ ഇതിന് ഐജൻ വാല്യൂ ബി ഉണ്ടായിരിക്കും. ഈ ഓപ്പറേറ്ററുടെ അനുബന്ധ ഐജൻ വാല്യൂ ആണ് ഇത്. നമ്മൾ ഇതും ഐജൻ വാല്യൂവും എഴുതിയിട്ടുണ്ട്.
ഓപ്പറേറ്റർ എക്സിന്റെ ഐജൻ വെക്ടറുകൾ ഈ ക്വാണ്ടിറ്റിയാണ്. ഐഡന്റിറ്റി ഓപ്പറേറ്ററുടെ ഐജൻ വെക്ടറുകൾ ഒന്നായിരിക്കും. അതിനാൽ കൃത്യമായി പറഞ്ഞാൽ ഓപ്പറേറ്റർ ബിക്ക് ഐജൻ വെക്ടറുകൾ 1 1 2 പ്ലസ് 3 കെറ്റ് 2 പ്ലസ് കെറ്റ് 3 റൂട്ട് കെറ്റ് 2 മൈനസ് കെറ്റ് 3 റൂട്ട് 2 എന്നിവ ഉണ്ടെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും. അനുബന്ധ ഐജൻ വാല്യൂകൾ ബി ഐയും മൈനസ് ഐ ബിയും ആയതിനാൽ ഇവ ഡീജനറേറ്റ് അല്ലെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും. ശരി. എന്നിരുന്നാലും വെക്ടർ ഓപ്പറേറ്റർ മൈനസ് എ ആണ്. അതിനാൽ ഇതൊരു ഡീജനറേറ്റ് സ്റ്റേറ്റ് ആണ്, അല്ലെങ്കിൽ ഐജൻ വാല്യൂ എ ആണ്. അതിനാൽ കമ്മ്യൂട്ടേറ്റർ മാട്രിക്സ് എ ബൈ ബി മൈനസ് മാട്രിക്സ് ബി ബൈ എ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അതിനാൽ നിങ്ങൾക്ക് ഒരു ബി ലഭിക്കുകയാണെങ്കിൽ 0 ആണെങ്കിൽ എ ബി ഓപ്പറേറ്റർ എ ബി കമ്മ്യൂട്ട് ചെയ്യുന്നു. ഓക്കെ. അതിനാൽ ഇത് നിങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. ദയവായി ഇത് ചെക്ക് ചെയ്യുക. ശരി, ഇത് ഒരു ലളിതമായ എക്സർസൈസ് ആയിരിക്കും, അതിനാൽ ഞാൻ ഇത് നിങ്ങൾക്കെല്ലാവർക്കും നൽകാം. അടുത്തത് ഒരു പുതിയ സെറ്റ് ഓർത്തോഗണൽ കെറ്റ് കണ്ടെത്തുക എന്നതാണ്. ഇപ്പോൾ നമുക്ക് 1 2 3 ഉള്ള ഒരു സെറ്റ് ഓർത്തോഗണൽ കെറ്റുകൾ ഉണ്ട്. എയുടെയും ബിയുടെയും ഒരേ സമയം ഉള്ള ഒരു പുതിയ ഓർത്തോഗണൽ കെറ്റുകൾ നിങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട്. അതിനാൽ ഇത് ശരിയാണെങ്കിൽ മാത്രമേ ഇത് സാധ്യമാകൂ. അതിനാൽ നിങ്ങൾ എ ബി എന്നിവയുടെ ഒരേ സമയം ഐജൻ കെറ്റ് കണ്ടെത്തേണ്ടതുണ്ട്. ഒരു ബി കമ്മ്യൂട്ട് ചെയ്യുമ്പോൾ ഇത് സാധ്യമാണ്, തുടർന്ന് അവർ ഒരേ സമയം ഐജൻ കെറ്റ് രൂപീകരിക്കും. അതിനാൽ നിങ്ങൾക്ക് സൂചന ലഭിച്ചു. നമുക്ക് ഓപ്പറേറ്ററെ ഒരു ഓപ്പറേറ്ററായി എക്സ്പ്രസ് ചെയ്യാമേ. എനിക്ക് അത് ഒരു I1 ആയി എക്സ്പ്രസ് ചെയ്യാം. ഓക്കെ. ഇവിടെ I 3 ഡൈമെൻഷണൽ യൂണിറ്ററി ഓപ്പറേറ്റർ ആണ്. 1 ഡൈമെൻഷണൽ ഐഡന്റിറ്റി ഓപ്പറേറ്റർ മൈനസ് നമുക്ക് ഒരു I 2 3 ഉണ്ട്. വീണ്ടും ഇതൊരു ഐഡന്റിറ്റി ഓപ്പറേറ്റർ ആണ്, കാരണം എ ആയതിനാൽ ചെയ്തത് 0 0 0 0 0 ആണ്. അതിനാൽ ഇത് എനിക്ക് ഒരു I1 എ I2 3 നൽകും. അതിനാൽ ഇത് എനിക്ക് I1 നൽകും. 1 ഡൈമെൻഷണൽ ഐഡന്റിറ്റി ഓപ്പറേറ്ററും എ എ2 3 ആണ്. ശരി. അതിനാൽ ഇതാണ് നമുക്ക് ഉള്ളത്. പിന്നെ നമ്മൾ ചെയ്യുന്നത് എ ആണ്. എ ഡബിൾ ഡിജനറേറ്റ് ആണെന്ന് ശ്രദ്ധിക്കുക. ശരി. അതിനാൽ -1 എ ഐജൻ വാല്യൂ എ ഡീജനറേറ്റ് ആണ്. ഇത് ഡബിൾ ഡിജനറേറ്റ് ആണ്. ഇവിടെ നമുക്കുള്ളത് എ ആണ്. 2 ഡൈമെൻഷണൽ സ്പേസ് ഉള്ളത് 2 ഡൈമെൻഷണൽ സ്പേസിനൊപ്പം ഡബിൾ ഡിജനറേറ്റ് ആണ്. അതിനാൽ നമ്മൾ എന്താണ് പറയുന്നത്? 1 ഏതെങ്കിലും പെയർ. ഏത് പെയർ കൊണ്ട് ഞാൻ എന്താണ് അർത്ഥമാക്കുന്നത്? കെറ്റ് 3 എന്നിവയുണ്ട്. അതിനാൽ ഏതെങ്കിലും പെയർ ഓർത്തോഗണൽ വെക്ടറിന്റെ 2 3 സ്പാൻ ഉള്ളതിനാൽ എയ്ക്ക് 1 എ ഉണ്ട്. ഇതാണ് നമുക്ക് ഉള്ളത്. മുൻപത്തെ ഭാഗത്ത് ഞാൻ പറഞ്ഞു കെറ്റ് 1 ഓർത്തോഗണൽ സ്പേസ് വെക്ടറിന്റെ ഏത് പെയറിന്റെയും
സ്പാൻ 2 3ന്റെയും ലിമിറ്റിൽ ആണെന്നും എ എന്നതിന്റെയും ടേംസിൽ രൂപപ്പെടുത്തും. അതിനാൽ എ എന്നതിന് സ്മോൾ എ മൈനസ് സ്മോൾ എ മൈനസ് സ്മാൾ എ എന്നീ മൂല്യങ്ങളുണ്ട്. മുകളിൽ പറഞ്ഞവ കണക്കാക്കാൻ നമുക്ക് വെക്റ്റർ ബിയുടെ ടേംസ് തിരഞ്ഞെടുക്കാം. അത് ഐജൻ കെറ്റ് അല്ലെങ്കിൽ ടേംസ് അല്ലെങ്കിൽ എ എന്നതിന്റെ ടേംസ്. ഇങ്ങനെ ആയിരിക്കും ഇവിടെ ഉള്ളത്. ഓക്കെ, എ ബി എന്നിവ കമ്മ്യൂട്ട് ചെയ്യുമ്പോൾ മാത്രമേ ഇത് സാധ്യമാകൂ. നിങ്ങൾ ബിക്ക് ഒരു ടേംസ് തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അത് സ്വയമേവ യുടെ ടേംസായി മാറും, കാരണം ബി ഡീജനറേറ്റ് അല്ല. ഇതിന് ബി ഐ ബി മൈനസ് ഐ ബി എന്നീ 3 ഐജൻ വാല്യൂസ് ഉണ്ട്. അതിനാൽ ഇതിന് വ്യത്യസ്ത ഐജൻ വാല്യൂസ് ഉണ്ട്. കൂടാതെ ബിയുടെ സ്പെസിഫിക്കേഷൻ നമ്മൾ ബിയുടെ ഐജൻ വാല്യൂസ് വ്യക്തമാക്കുകയാണെങ്കിൽ അതിന് ഐജൻ കെറ്റ് പൂർണ്ണമായും നിർണ്ണയിക്കാനാകും. അതിനാൽ നമ്മൾ ഇവിടെ നിർത്തുകയും അടുത്ത ഭാഗത്തിൽ അടുത്ത പ്രോബ്ലം തുടരുകയും ചെയ്യും.